ഭാരതമെന്ന മഹാരാജ്യത്തിന്റെ ചരിത്രഗതിയെ മാറ്റിമറിച്ച വിശ്വപൗരനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള ചിന്തയല്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികരിൽ ഒരാളായ അഗാധ പണ്ഡിതനായ എഴുത്തുകാരനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നെഹ്റു തന്റെ ജീവിതകാലത്ത് രചിച്ചത് ഏകദേശം 100-ലധികം പുസ്തകങ്ങളാണ്. വെറുമൊരു അക്ഷരകൂട്ടമല്ല, മറിച്ച് ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടെത്താനുള്ള ഒരു തീർത്ഥാടനങ്ങളായിരുന്നു ഓരോ രചനകളും. ചിന്തിച്ചു നോക്കൂ, വർഷത്തിൽ 4 പുസ്തകങ്ങൾ വീതം വായിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ കൃതികൾ പൂർത്തിയാക്കാൻ ഒരാൾക്ക് ഏതാണ്ട് 28 വർഷം വേണ്ടിവരും. ഇത്രമേൽ ഭൗതികമായ ഔന്നത്യം പുലർത്തിയ മറ്റൊരു ഭരണാധികാരി ലോക ചരിത്രത്തിൽ തന്നെ വിരളമാണ്. ലോകത്തെ 80-ലധികം സർവകലാശാലകളിൽ അദ്ദേഹത്തിന്റെ രചനകൾ പാഠ്യ വിഷയമായിരിക്കുന്നു എന്നതും 84 രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിമകൾ ഉയർന്നു നിൽക്കുന്നു എന്നതും നെഹ്റു എന്ന വ്യക്തിത്വത്തിന്റെ ആഗോള പ്രസക്തി വിളിച്ചോതുന്നു. തന്റെ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ റോയൽറ്റി പോലും ഇന്നും രാഷ്ട്രത്തിന്റെ ഖജനാവിലേക്ക് മുതൽ കൂട്ടുന്ന, കുടുംബത്തിനു വേണ്ടി ഒന്നും മാറ്റിവെക്കാത്ത ആ ത്യാഗ മനോഭാവം നാം വിസ്മരിക്കരുത്. നെഹ്റുവിനെ വിമർശിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുക എന്നതാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടിയ ഭാരതത്തിന്റെ ചരിത്രം, ലോക ചരിത്രാവലോകനത്തിലൂടെ മകൾക്ക് പകർന്നു നൽകിയ വിജ്ഞാനവും മനസ്സിലാക്കിയാൽ പിന്നെ അദ്ദേഹത്തെ വിമർശിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നെഹ്റുവിനെയും സർദാർ പട്ടേലിനെയും 2 ചേരിയിലാക്കാൻ ശ്രമിക്കുന്നവർ പട്ടേൽജിയുടെ വാക്കുകൾ ഒന്ന് കണ്ണു തുറന്ന് വായിക്കണം. ഇത് വേറൊരാളുടെ വാക്കാണ്. നെഹ്റു ഇന്ത്യയെ കണ്ടെത്താനാണ് ശ്രമിച്ചത്. സർദാർ പട്ടേൽ ആണെങ്കിൽ തന്റെ രചനകളിലൂടെ നെഹ്റുവിന്റെ മഹത്വത്തെ ലോകത്തിന് കാട്ടിക്കൊടുക്കാനാണ് ശ്രമിച്ചത്. അവർ ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ച 2 കരുത്തരായ മനുഷ്യരായിരുന്നു. ഇന്നത്തെ തലമുറ നെഹ്റുവിനെ അറിയേണ്ടത് ചരിത്ര വായനകളിലൂടെയോ അന്ധമായ വിമർശങ്ങൾക്കപ്പുറത്ത് ആധുനിക ഇന്ത്യയുടെ ഈ ശില്പിയെ, അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, മതനിരപേക്ഷതയെ, മൂല്യങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ഒക്കെ കനത്ത ത്യാഗം അനുഭവിക്കുകയും കനത്ത രീതിയിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വം എന്ന നിലയിൽ നമ്മളുടെ ചിന്തക്കുമൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ലോകമായിരുന്നു നെഹ്റുവിൻ്റെത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിളിക്കാൻ നമുക്ക് കഴിയുക ഒരുപക്ഷെ അത്രമേൽ ആഴത്തിൽ ദുരിതം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, രാജ്യം അതീവമായ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം ഇന്ത്യയെ മോചിപ്പിക്കാനും കരകയറ്റാനും അഹോരാത്രം പ്രയത്നിക്കുകയും തന്റെ ധിഷണ കൊണ്ട്, തന്റെ ബുദ്ധി കൊണ്ട് അതിനെല്ലാം മാർഗം കണ്ടെത്തുകയും ചെയ്ത ഒരു ഉജ്ജ്വലനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് നെഹ്റു എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടി വരും.